ഹലോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ആൻഡ് വെൽക്കം ബാക്ക് ടു എ ചാനൽ. അപ്പോൾ ഇന്നും രാവിലെ എണീറ്റിട്ട് എക്സസൈസിലേക്കാണ് പോയത്. സംഭവം ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. കാരണം നമുക്കങ്ങനെ എക്സസൈസ് ചെയ്തിട്ട് ഇപ്പോൾ കുറേ നാളായല്ലോ. അപ്പോൾ ഒരു വീക്കൊക്കെ ആയിട്ടേ ഉള്ളൂ ഇപ്പം എക്സസൈസ് ചെയ്ത് വന്നിട്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടും ഒക്കെ ഒന്ന് മേലനങ്ങി വരാനൊക്കെ കുറച്ച് പാടുണ്ടായിരുന്നു. അവിടെ ഇവിടെയൊക്കെ വേദനയും കൈയും കാലും ഒക്കെ വേദനയൊക്കെ ആയി തുടങ്ങി. അപ്പോൾ പിന്നെ എന്താ ചെയ്യാനാ, നമ്മളത് കണ്ടിന്യൂ ചെയ്തില്ലെങ്കിലും ഒരു ദിവസം പോലെ നമ്മൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈ വേദന ഇരട്ടി കൂടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് ചെയ്ത് ഗൈസ്. കുറച്ച് നേരം ഒരു 10 മിനിറ്റ് എനിക്ക് എത്ര സൂര്യ നമസ്കാരം ചെയ്യാൻ പറ്റുമോ അത്രയും മാത്രമേ ഞാൻ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. ഒരുപാട് സ്ട്രെസ് ചെയ്യുന്നില്ല. പയ്യെ പയ്യെ നമുക്ക് കൂട്ടിക്കൊണ്ട് വരാം. ടൈമും കൂടി നമുക്ക് നോക്കണമല്ലോ, അതുകൊണ്ടാണ് ഒരു പ്രശ്നം വരുന്നത്. ഞാൻ മാറ്റിയും തിരിച്ചുമൊക്കെ ചെയ്യും കേട്ടോ. സൂര്യ നമസ്കാരം ചെയ്യും. പിന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഒരു 4 മിനിറ്റ് എക്സസൈസ്, 5 മിനിറ്റ് എക്സസൈസ് എന്ന് പറഞ്ഞിട്ടൊക്കെ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഏട്ടൻ അതിൻ്റെ ഒരു വലിയ ടൈമിലുള്ളതൊക്കെ ചെയ്യും. അതിൽ തന്നെ മീഡിയം ലെവൽ, ലോ ലെവൽ, അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ലെവൽ ആൻഡ് ഹൈ ലെവൽ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് പോലെ നമുക്ക് ഏതാണോ അതിൽ പറ്റുക അതനുസരിച്ചിട്ടൊക്കെ നോക്കി ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഇപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും ടി വി ഒക്കെ ഇട്ട് നമുക്കത് നോക്കി ചെയ്യാനുള്ളൊരു ടൈം കിട്ടാത്തതുകൊണ്ട് സൂര്യ നമസ്കാരം ചെയ്തിട്ടാണ് ഞാൻ പോവുക. വൈകുന്നേരം സമയം കിട്ടുകയാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ വീക്കെൻഡ്സിലും ചെയ്യും. അപ്പോൾ അതേ ഇന്ന് രാവിലെ പിന്നെ കിച്ചണിലേക്ക് വന്നു. അയ്യോ, ഞാൻ ഇപ്പോഴും പറയാൻ മറന്നുപോയി. ശരിക്കും പറഞ്ഞാൽ എൻ്റെ എക്സസൈസ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു മെയിൻ കാരണം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെയാണ് കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബർ ഫ്രണ്ട് മഞ്ജു ചേച്ചിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെക്കാട്ടിന് എന്തായാലും ഏജ് ഉണ്ടാവും തോന്നുന്നു. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും മഞ്ജു ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ എക്സസൈസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു കാരണം മഞ്ജു ചേച്ചിയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ നല്ല വെയിറ്റുള്ള സമയത്ത് സൂര്യ നമസ്കാരവും അത്യാവശ്യം നല്ല എക്സസൈസസും ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഡയറ്റും കീറ്റോ ഡയറ്റും അങ്ങനത്തെ പറ്റുന്ന ഡയറ്റുകളും എന്തൊക്കെ പരീക്ഷിക്കാമോ എൻ്റെ ബോഡിയിൽ ഇതൊക്കെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ഫ്ലെക്സിബിൾ ആവാനും കാര്യങ്ങൾ വെയിറ്റ് ലോസിന് ഏറ്റവും സഹായിച്ചത് സൂര്യ നമസ്കാരം തന്നെയാണ്. പക്ഷേ ആ സമയത്ത് ഞാൻ കൊല്ലത്തായിരുന്നു. അപ്പോൾ കൊല്ലത്തായിരുന്നപ്പോൾ തന്നെ കോളേജ് എൻ്റെ വളരെ അടുത്താണ്. ഒരു 10 മിനിറ്റ്സ് ഒരു വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ അത്രയും അടുത്തായതുകൊണ്ട് തന്നെ എനിക്ക് സമയം കിട്ടുമായിരുന്നു എക്സസൈസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകാൻ പറ്റുമായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് ചെയ്തതല്ലാണ്ട് ഞാൻ പിന്നെ ട്രാവലിംഗ് തുടങ്ങിയതിന് ശേഷം, ഈ പോയി വരവ് തുടങ്ങിയതിന് ശേഷം എനിക്ക് എക്സസൈസ് ഇനി പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാൻ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഓരോ വീഡിയോസ് ഇടുമ്പോഴത്തേക്കും ചേച്ചി അങ്ങനെ ചെയ്യുന്നില്ലേ, ചേച്ചി ഇങ്ങനെ ചെയ്യുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ മോട്ടിവേറ്റഡ് ആയിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ ചേച്ചിയുടെ മെസ്സേജ് കണ്ടത്, നിങ്ങൾ എക്സസൈസ് ചെയ്യാറുണ്ടോ എന്ന്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ശരിയാണല്ലോ, ഞാൻ എക്സസൈസ് ചെയ്യാൻ എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടോ എന്ന് ഞാൻ ആലോചിച്ചു. ഞാൻ ഹസ്ബൻഡിനോട് സംസാരിച്ചു. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, കാരണം നമുക്ക് ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ നമുക്കൊരു ആരോഗ്യം വേണമെങ്കിൽ നമ്മൾ ബോഡി കുറച്ച് ഫിറ്റ് ആയിരിക്കണം. അപ്പം പെട്ടെന്ന് നമുക്കൊന്ന് ഓടണം, ഒരു ട്രെയിൻ പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഓടണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വേണ്ടി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ആരോഗ്യം ഉണ്ടെങ്കിലേ നമ്മൾ ഈ പറയുന്നിടത്ത് നമ്മുടെ ബോഡി എത്തത്തുള്ളൂ. അങ്ങനെ വിചാരിച്ചപ്പോഴത്തേക്കും ഈ മെസ്സേജും കൂടെ കണ്ടപ്പോഴത്തേക്കും ഞാൻ എങ്ങനെയെങ്കിലും ഒരു ടൈം കണ്ടെത്തി ചെയ്യണം. കാരണം ഇത്രയും നമ്മുടെ തിരക്കിലാണെങ്കിലും അതൊരു എക്സ്ക്യൂസ് അല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ മഞ്ജു ചേച്ചിക്ക് ഞാനൊരു താങ്ക്സ് പറയുകയാണ് കേട്ടോ, എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തതിന് ആ ഒരു കാര്യത്തിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ എന്താണെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാം. ഒരു 10 മിനിറ്റ്സ് ആണെങ്കിലും നമ്മളൊന്നും ചെയ്യാതിരിക്കുന്നതിനെക്കാട്ടിനും ഭേദമാണല്ലോ ഒരു ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ എനിക്കൊരു വെയിറ്റ് കുറയ്ക്കണം എന്നുള്ള രീതിയിലൊരു കോൺസെപ്റ്റ് എനിക്കില്ല. പക്ഷേ ജസ്റ്റ് വോണ്ട് ടു ബി ഫിറ്റ്. കുറച്ചൊന്ന് എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ആരെയും ആശ്രയിക്കാണ്ട് നമുക്ക് ചില കാര്യങ്ങൾ, ഇപ്പോൾ ഒന്നൊരു വെയിറ്റ് എടുത്ത് പൊക്കാനോ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാമല്ലോ. അങ്ങനെ അതിന് വേണ്ടിയിട്ടും നമ്മൾ ഏജ് കൂടിക്കൂടി വരുന്തോറും നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഒരു മസ്റ്റ് ഒരു കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു, കമോൺ, എന്താണെങ്കിലും നമ്മൾ നനഞ്ഞു, അപ്പോൾ പിന്നെ ഇനി കുളിച്ച് കയറാം എന്ന് വിചാരിച്ചിട്ട് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തത്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഒന്നുകൂടെ താങ്ക്സ്. ഓക്കെ, അപ്പോൾ രാവിലെ എണീറ്റിട്ട് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും നമ്മുടെ ഉപ്മാവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉപ്മാവിൻ്റെ കാര്യം തന്നെ ഞാനിങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് എൻ്റെ അടുത്ത് ഏതൊരു ചേച്ചി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയാണോ ചെയ്യുന്നത്, വെള്ളം തിളപ്പിച്ചിട്ടല്ലേ റവ ഇടുന്നതെന്ന്. അങ്ങനെയല്ല, ഞാനിങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എൻ്റെ ഉപ്മാവ് ഇതുവരെ കുളമായിട്ടില്ല, നന്നായിട്ട് ദൈവം സഹായിച്ച് നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറേ ഫ്രണ്ട്സ് നമ്മുടെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞങ്ങളിങ്ങനെയാണ് വെക്കുന്നതെന്ന്. അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി ഗൈസ്. ഞാൻ മാത്രമല്ലല്ലോ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ വേറെ ഉണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഉടുപ്പി സ്റ്റൈൽ ഉപ്മാവാന്ന് തോന്നുന്നു. ഇങ്ങനെ നമ്മുടെ കേരളത്തിൽ ഉപ്മാവ് വെള്ളമൊക്കെ തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഈ റവ ഇടുന്നതെന്ന് തോന്നുന്നു. ഞാൻ അമ്മയൊക്കെ അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാനിങ്ങനെയാണ് കേട്ടോ, ഞാൻ ചെയ്ത കാലം തൊട്ടേ ഞാൻ ഇങ്ങനെയാണ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. മറ്റത് ഞാൻ ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട് ചെയ്ത്, പക്ഷേ എനിക്കത് ഒന്നിനെ വെള്ളം കൂടിപ്പോയി കട്ട പിടിക്കുക അങ്ങനത്തെ ഒക്കെ എന്താ പറയുക, അങ്ങനെ ഒരു ഫ്ലഫി ഉപ്മാവ് എനിക്ക് വന്നിട്ടില്ല.
പിന്നെ ഈ ഉപ്മാവിൽ തന്നെ ഒരു സ്പൂൺ ഓഫ് മിൽക്ക് പൗഡർ ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ അതും അപാര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നെയ്യിൽ തന്നെ ഉപ്മാവ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതിൽ എണ്ണ ഒഴിക്കാണ്ട് കംപ്ലീറ്റ്ലി നെയ്യിൽ ചെയ്യുന്നതാണ് ആ ഒരു ഭയങ്കര ഒരു ഫ്ലേവറായിരിക്കും. പിന്നെ വെജിറ്റബിൾസൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഞാനങ്ങനെ ആഡ് ചെയ്യാറില്ല. കാരണം അതിൽ തന്നെ ക്യാരറ്റ് ആണെങ്കിലും ബീൻസ് ആണെങ്കിലും എടുത്ത് പെറുക്കി കളയും. പിന്നെ എന്തിനാന്ന് വിചാരിച്ചിട്ട് ഞാനത് ചെയ്യാറില്ല. അല്ലാണ്ട് നമ്മൾ വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് ഫുഡിൽ. പിന്നെ ചമ്മന്തി നിർബന്ധമാണ് ഉപ്മാവ്. അത് എനിക്ക് അങ്ങനത്തെ ഒരു ശീലമേ ഉണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്നെ ഒരു പ്രാവശ്യം ഉപ്മാവ് ഉണ്ടാക്കി കൊടുത്തപ്പോൾ പറഞ്ഞാൽ ചമ്മന്തി ഇല്ലേന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു വിയേർഡ് കോംബോ ആണല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് അവിടെ പാലക്കാടൊക്കെ ചമ്മന്തിയാണ് ചമ്മന്തി കൂട്ടിയിട്ടാണ് ഉപ്മാവ് കഴിക്കണേന്ന്. അപ്പോൾ പാലക്കാടുകാർ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ പല കോമ്പിനേഷൻസ് കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പയറ് കറി പിന്നെ കടലക്കറിയൊക്കെ കൂട്ടി കഴിക്കുന്നു. പക്ഷേ ചമ്മന്തി എനിക്കതൊരു എന്താ പറയുക ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കോംബോ ആയിരുന്നു. പക്ഷേ അത് അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ. പിന്നെ നമ്മുടെ ഉഡായിപ്പ് പുളിശ്ശേരി തേങ്ങയൊന്നും അരയ്ക്കാണ്ടുള്ള സിമ്പിളായിട്ടുള്ള പുളിശ്ശേരിയും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതേപോലെ ഒരു ടിപ്പും കൂടി പറയാം. ഈ വെണ്ടയ്ക്ക നമ്മൾ നോർമലി അരിഞ്ഞിട്ട് അപ്പം തന്നെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒരു വഴുവഴുപ്പ് ഉണ്ടാവുമല്ലോ അതിന്. അപ്പോൾ ആ വഴുവഴുപ്പ് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ അരിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് തുടച്ചതിന് ശേഷം കട്ട് ചെയ്യുക. അല്ലെങ്കിൽ കട്ട് ചെയ്തതിന് തൊട്ട് മുന്നേ ആ കഴുകിയ വെണ്ടയ്ക്ക ഒന്ന് തുടച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ വഴുവഴുപ്പ് ഉണ്ടാവില്ല കേട്ടോ. ആ വെള്ളത്തോടു കൂടി അരിയാണ്ട് ഒന്ന് തുടച്ചതിന് ശേഷം ടവൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ ഈ വഴുവഴുപ്പ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ വെണ്ടയ്ക്ക ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുകിയിട്ട് തുടയ്ക്കൊന്നുമില്ല. അങ്ങനെ തന്നെ അരിഞ്ഞിട്ട് ഞാൻ ഫ്രീസറിലാണ് വെക്കുക. ഫ്രിഡ്ജിലല്ല ഫ്രീസറിലാണ് വെക്കുക. അപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ ഇപ്പം നാളത്തേക്കാണ് വേണ്ടതെങ്കിൽ ഇപ്പം വെളുപ്പിനൊക്കെ രാവിലെയല്ലേ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ തലേ ദിവസം രാത്രി എടുത്തിട്ട് ഫ്രീസറിൽ നിന്ന് മാറ്റി ഫ്രിഡ്ജിലേക്ക് വെക്കും. അല്ലെങ്കിൽ അതെല്ലാം കൂടെ കട്ട പിടിച്ചിരിക്കുമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ തന്നെ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ തലേന്ന് രാത്രി എടുത്തൊന്ന് മാറ്റി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടാണ് വെണ്ടയ്ക്ക കുക്ക് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ഈ വഴുവഴുപ്പ് അപ്പോഴും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതേ കണ്ടോ നമ്മുടെ ഉപ്മാവൊക്കെ സെറ്റായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഫ്ലഫി ഉപ്മാവും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ അതേ ഇന്ന് കോളേജിലെ വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ ഇന്നൊരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവരുടെ പ്രോഡക്ട്സ് അവരുണ്ടാക്കുന്ന ഇപ്പം കെമിക്കലി അവരുണ്ടാക്കുന്ന സാധനങ്ങളായിരിക്കാം കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ബോട്ടണിക്കാർ എന്തൊക്കെയാണ് അവരുടെ ഫ്ലവർ അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ ഓരോ പ്ലാന്റ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്സും ഇൻഡോർ പ്ലാന്റ്സും അങ്ങനത്തെയുള്ള കാര്യങ്ങളും. അപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ മ്യൂസിക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയാണ് ഈ ഓരോ ഇൻസ്ട്രുമെൻസിൻ്റെ കാര്യങ്ങളാണ് പരിചയപ്പെടുത്തിയത്. ഇതൊക്കെ അറിയാത്തവർക്കൊരു കൗതുകമായിരിക്കുമല്ലോ. അപ്പം സാറുമാരും പുറത്തുനിന്നുള്ള ആൾക്കാരും ഒക്കെ കുട്ടികളും ഒക്കെ വിസിറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഈ എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വീണയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ ഭയങ്കര ക്യൂരിയോസിറ്റിയോടുകൂടി വന്നവരൊക്കെ അത് കേൾക്കുകയാണ്. സാറുമാരുമാണ് കേട്ടോ. ഇത് സാറാണ്, നമ്മുടെ കുട്ടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ തന്നെ എന്താണ് ഇത് സംഭവം എന്നൊക്കെ ഉള്ളതെന്ന് അറിയാണ്. അപ്പോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നല്ലൊരു അടിപൊളിയൊരു സംഭവമായിരുന്നു. മാത്രമല്ല നമ്മുടെ കുട്ടികളൊക്കെ സെൽഫായിട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ സോങ്സും ഒക്കെ അതെല്ലാമാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ ക്രിയേറ്റിവിറ്റി ആണല്ലോ, നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ് നമ്മുടെ പ്രോഡക്റ്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്ത് അറിയിക്കണം കേട്ടോ. എന്നാൽ മാത്രമല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടം. ഇനി എൻ്റെ ന്യൂ സജഷൻസ് എന്തെങ്കിലും പറയണേ, ഞാൻ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ, ടേക്ക് കെയർ, ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ.